അതായത് ഇന്ത്യയിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുഴുവനും പോയിരിക്കുന്നത് ഒരു മൾട്ടി ബില്യണർ ഇന്ത്യക്കാരൻ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹമാണ്. അത് 2-3 മാസം മുമ്പ് അത് പ്രീ വെഡ്ഡിങ്, അത് വലിയ വാർത്തയായിരുന്നു. നാഷണൽ ചാനൽ മുഴുവനും ഏകദേശം അവരുടെ ഒരു 24 hours ചാനലിനകത്ത് ഒരു 70% അന്ന് ഇത് മാത്രമാണ് കാണിച്ചത്. അതായത് ജാംനഗറിൽ അവിടെ പ്രീ വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലോക പ്രശസ്തയായ പോപ്പ് സിംഗർ വരുന്നു, ഇന്ത്യയിലെ പ്രഗത്ഭരായ പ്രശസ്തരായ സിനിമാക്കാർ വരുന്നു, സെലിബ്രിറ്റീസ് വരുന്നു, വലിയ സംഭവം. അപ്പം അതിനകത്ത് ഓരോ ദിവസം നിങ്ങൾ കണ്ടു കാണും കണക്കുകൾ വരുന്നത്. ഇതിന് 1800 കോടി രൂപ, 4000 കോടി രൂപ, 3000 കോടി. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ജേർണലിസ്റ്റ്, എക്കണോമിക് സാമ്പത്തിക പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആൾ പറഞ്ഞത് ഏകദേശം ഈ കല്യാണത്തിൻ്റെ ചിലവ് ഏകദേശം 3500 കോടി വരുമെന്ന്. ഇപ്പം അതിൻ്റെ മറ്റുള്ള വെഡ്ഡിങ്ങുകളും പൂജയൊക്കെ നടക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ജസ്റ്റിൻ ബിൽബർ എന്ന് പറഞ്ഞ മറ്റേ കനേഡിയൻ സിംഗർ വരുന്നു, അയാൾക്ക് 80 കോടി കൊടുക്കുന്നു. അതായത് ഏകദേശം 3000-4000 കോടി മുടക്കി ഇന്ത്യയുടെ ഒരു മൾട്ടി ബില്യനെയർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം, അത് ജാംനഗറിൽ നിൽക്കുന്നു, ഡൽഹി നിൽക്കുന്നു, ബോംബെ ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് വെച്ച് ഗസ്റ്റുകൾ വരും, അതൊക്കെ വരട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, കമ്പനി പറയുന്നത് അവരുടെ കമ്പനിയുടെ ലാഭവിഹിതത്തിൻ്റെ 0.5% ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട, അല്ല വലിയ ചിലവൊന്നുമില്ല, ഇതാണ് അവർ ചെയ്യുന്നത്. ഇത് ഞാൻ ചോദ്യമാണ്. ഈ പറയുന്ന മുകേഷ് അംബാനി ധീരുഭായ് അംബാനിയുടെ മകനാണ്. ഇന്ത്യയിൽ കൂടിയാണ് അദ്ദേഹം ഈ പണം മുഴുവനും ഉണ്ടാക്കിയത്. അതായത് അദ്ദേഹം വിദേശത്ത് നിന്ന് കൊണ്ടുപോയ പണമൊന്നുമല്ല ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പം ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബിസിനസ് നടത്തിയാണ് അദ്ദേഹം ഇത്രയും മൾട്ടി ബില്യണർ ആയത്, പണമൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ മറ്റുള്ള ബില്യനേഴ്സ് ഉണ്ട്. ഇപ്പോൾ അദാനിയുടെ മകൻ്റെ കല്യാണം എത്ര പേർക്കറിയാം? പക്ഷെ അദാനിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനത്തിൽ 60,000 കോടി രൂപയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം ഒരു പ്രൈവറ്റ് പാർട്ടിയിലാണ്, ഞാൻ അറിഞ്ഞിടത്തോളം ചെറിയൊരു പാർട്ടി അവിടെ വെച്ചാണ് നടന്നത്. അതേപോലെ തന്നെ മഹേന്ദ്ര, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം ന്യൂയോർക്കിൽ ഒരു വലിയ ഹോട്ടലിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ വേണ്ടി മാത്രമാണ് ചെയ്തത്. അപ്പോൾ എന്തിനാണ് മുകേഷ് അംബാനി ഇത്രമാത്രം വലിയൊരു പട്ടി ഷോ, അതാ ഒരു ഡോഗ് ഷോ ആണ് നടക്കുന്നത് ബേസിക്കലി? അതിൻ്റെ റീസൺ എന്തുവാ? മുകേഷ് അംബാനി ഈ പറയുന്ന ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്, ചുമ്മാതെ. ഇതൊക്കെ പത്രങ്ങളിലൊക്കെ അടിച്ചു വിടുന്ന സംഭവമാണ്. എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇയാൾക്ക് ചാരിറ്റി ചുമ്മാതാണ്, അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ചാരിറ്റി മാത്രം. ഇപ്പം ജാംനഗറിൽ ഇപ്പോൾ ആനകൾ, പട്ടികൾ, കുതിരകൾ, മാനുകൾ അവരെ കൊണ്ടുവന്നൊരു സൂ പോലെ ഉണ്ടാക്കിയിട്ട് അത് മകൻ പരിപാടി ചെയ്യുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, അയാളെ പൊക്കി പറഞ്ഞു കണക്ക് നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നും ഒരു പട്ടിണി രാജ്യമാണ്. പട്ടിണി രാജ്യമാണ്. ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഇന്ത്യയിലുണ്ട്. മറക്കരുത് ഈ സംഭവം. അത് പൂർണ്ണമായിട്ടും മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കഴിയും, സമയമെടുക്കും, അത് മാറും. ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് അത് കിട്ടാത്ത എത്രയോ കോടി ജനങ്ങളുണ്ടെന്നറിയാം. ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടാത്ത എത്രയോ കോടി കുട്ടികളുണ്ട് എന്ന് ഈ മുകേഷ് അംബാനിക്ക് അറിയാം. മുകേഷ് അംബാനിയെ താങ്ങി നടക്കുന്നവന്മാർക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ പട്ടിണിയുണ്ട്, പ്രോപ്പറായിട്ട് നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. ഗവൺമെൻറ് ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഇതൊക്കെ. പക്ഷേ ഇതിനൊരു ഒരു ഒരു ടൈമും ഇതൊക്കെ എടുക്കും. അപ്പം ആശുപത്രികൾ പ്രോപ്പറായിട്ടില്ല. നമ്മൾ ആ കോവിഡിൻ്റെ സമയത്ത് കണ്ടതാണ് ഈ സംഭവം. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഡെവലപ്പിംഗ് സ്റ്റേറ്റിലാണ്. മുംബൈയിലെ തെരുവുകളെ പറ്റി നിങ്ങൾക്കറിയാം എന്നെക്കാളും കൂടുതൽ. അവിടെ ജോലി ചെയ്യുന്നു, ആ തെരുവുകളും പലയിടത്തും ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്.
അതായത് ഒരു നേരത്തെ മെഡിസിൻ പോലും മേടിക്കുവാൻ കഴിവുള്ള ആളുകൾ ഇന്ത്യയിൽ അവരുടെ എണ്ണം കൂടുതലാണ്. അതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് മുകേഷ് അംബാനി 4000 കോടി രൂപ മുടക്കി. അപ്പം അദ്ദേഹത്തിൻ്റെ മകനെന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു, ഒക്കെ ഫൈൻ. ഇതേ നോക്കുവാണെങ്കിൽ ഒരു എല്ലാ കോടീശ്വരന്മാരുടെ എല്ലാവരുടെ വീട്ടിലൊക്കെ മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളും അത് എല്ലാവർക്കും പ്രശ്നമുണ്ട്. പക്ഷെ 4000 കോടി മുടക്കിയുള്ള കല്യാണം, ആ സിംഗർ വരുന്നു, ഈ സിംഗർ വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു, പോകുന്നു, സെലിബ്രിറ്റീസ് പോകുന്നു, വരുന്നു. ആലോചിച്ച് നോക്ക്, ദൂർത്താണോ അല്ലയോ? ഇതാണ് ചോദ്യം. അപ്പം നിങ്ങളപ്പം ഗ്ലോബലായിട്ടുള്ള പല ബിൽ ഗേറ്റ്സ് ഉണ്ട്, എലോൺ മസ്ക് ഉണ്ട്, അങ്ങനെയുള്ള ഗ്ലോബലായിട്ടുള്ള മൾട്ടി ബില്യനേഴ്സ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇവരുടെയൊക്കെ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ കല്യാണം ഇത്രായിരം കോടി മുടക്കി ഇവർ ചെയ്യുന്നത്? അത് ഇന്ത്യൻ ബില്യനേഴ്സ്. ഇപ്പം ടാറ്റ, അവർക്ക് പാഴ്സി കുടുംബമാണ്. അവരും വളരെ കൂടുതലും അവർക്ക് കിട്ടുന്ന പണം കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടിയും ആ രീതിയിലാണ്. ഇപ്പം ഏറ്റവും ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ ഈ അദാനിയെ പോലെ പറഞ്ഞ് അസിം പ്രേംജി. അദ്ദേഹത്തിൻ്റെ കിട്ടിയതിൻ്റെ 90%, 95% തിരിച്ച് ഇന്ത്യക്കും തിരിച്ച് ലോകരാജ്യങ്ങൾക്കും കൊടുത്തു. കാരണം വിദ്യാഭ്യാസം കൊടുക്കണം. ഇത് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അധികവും ഇന്ത്യയിലെ ബില്യനേഴ്സ് ഈ രീതിയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് 4000 കോടി മുടക്കി പത്രങ്ങളായ പത്രങ്ങളും സോഷ്യൽ മീഡിയ മുഴുവൻ അതേ ഉള്ളൂ. ലണ്ടനിലെ വീട്ടിൽ പോകുന്നു, ദുബായിലെ വീട്ടിൽ വരുന്നു, ഇറ്റലിയിൽ പോയി ഹണിമൂൺ ആഘോഷിക്കുന്നു, ഓക്കെ ഫൈൻ. ആലോചിച്ച് നോക്കണം. ഇത് ഞാനീ പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പം എന്ത് സന്ദേശമാണ് മുകേഷ് അംബാനി ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങൾക്കറിയാം, ഡൽഹിയിലൊക്കെ ഒരു കല്യാണമുണ്ട്, സാമ്പത്തികമുള്ള 2-3 കോടി രൂപയാണ് ഈ 2-3 ദിവസത്തെ കല്യാണത്തിന് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. ഈ സ്പെൻഡിങ് എന്ന് പറയും, ഇത് കാണുമ്പോൾ ഈ പാട്ടുകാരും അവരും കൂത്തും മേളമൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പം കൊടുക്കുന്ന സന്ദേശം ഇതേപോലെയുള്ള കല്യാണങ്ങളുടെ എണ്ണം അതിഭയങ്കരമായിട്ട് കൂടും. ഇതാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ കാരണം. ഇതിന് മീഡിയ ഗ്ലെയർ ഉണ്ട്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിൻ്റെ ബഹളം. ഏകദേശം 220 കോടി രൂപയാണ് മീഡിയയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി ഇതിനെ മാറ്റിവെച്ചേക്കുന്നത്. അതായത് പല യൂട്യൂബേഴ്സിനെയും കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ്, പ്രത്യേകം പണവും കൊടുത്തിട്ടുണ്ട്. സോ ഹൊറിബിളായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി വിട്ടങ്ങ് പോവുക ഇത് മുഴുവനും. ഇതൊരു ഫാമിലി അഫേഴ്സാണ് ബേസിക്കലി മാരേജ് എന്നൊക്കെ പറയുന്നത്. അതിനെ ഒരു ഗ്ലോബൽ ഇവൻ്റാക്കി മാറ്റി ഇത്രായിരം കോടി രൂപ മുടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ആ പഴയ പോയിന്റിലോട്ട് പോവുകയാണ്. ഇയാളുടെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന ബോംബെ ആ തെരുവിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ് ഇത്. അവിടെയാണ് ഈ മുകേഷ് അംബാനി ഈ പേക്കൂത്ത് കാണിക്കുന്നത്. പേക്കൂത്തും ഡോഗ് ഷോയും പട്ടി ഷോയുമാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനകത്ത് ഇതുകൊണ്ട് ഒരു കുന്തം ഉണ്ടാകാൻ പോകും. എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇതിനെന്തിനു വേണ്ടി ഇത്രയും ചെയ്യുന്നത് ആർക്കും പിടികിട്ടുന്നില്ല. ഇത് ഒരു വലിയൊരു കോർപ്പറേറ്റ് ഹൗസിലൊരാളുമായിട്ട് ഞാൻ ഇന്നലെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞാനിങ്ങനെ ചോദിച്ചു, അവർ ദിസ് റബ്ബിഷ്, എവരിത്തിങ് ഈസ് എ റബ്ബിഷ് ആൻഡ് സർക്കസ് ഈസ് ഹാപ്പനിങ്. ആ വാക്കാണ് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടി കുന്തം ചെയ്യുന്നത്? അദ്ദേഹം ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്നു, ഇന്ത്യയിലെ വലിയൊരു കോർപ്പറേറ്റാണ്, ഗ്ലോബലി മൾട്ടി ബില്യനെയറാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഇത് നടക്കുന്നത്. കാരണം പട്ടിണി രാജ്യത്താണ് ഈ പേക്കൂത്ത് അയാൾ കാണിച്ചു കൂട്ടുന്നത്. അവിടെയാണ് ചോദ്യങ്ങൾ. അതായത് ഈ 4000 കോടി വെച്ച് ഇന്ത്യയിൽ എത്ര പേർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ സാധിക്കും? അതാണ് ചോദ്യം. ഇന്ത്യയിൽ എത്ര ആൾക്കാർ പട്ടിണി മാറ്റുവാൻ സാധിക്കും? അവിടെയാണ് 4000 കോടി അട്ടിച്ചു പൊട്ടിക്കുന്നത്. ഇതിനെയാണ് ചോദ്യം ചെയ്തത്. അതായത് മുകേഷ് അംബാനിയെ ഞാൻ ഇന്ന് വരെ ചെയ്തതിന് റെസ്പെക്റ്റ് എല്ലാം ഈ വൃത്തികേടും പട്ടി ഷോയും കണ്ടത് പൂർണ്ണമായിട്ടും മാറി.